Good morning. Good morning, guys. Good morning. Day 4. Yes. നമ്മൾ ഡേ 4 എത്തിയിരിക്കുന്നു. ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്ത് വരട്ടെ. ബൈ. ഇപ്പോഴാണ് ബെഡിൽ നിന്ന് എണീറ്റു. ഇങ്ങനെ ഇരിക്കുന്നു. ഞാനിങ്ങനെ ഇതായത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടന്ന് വാഷ്റൂം പോയി ബ്രഷ് ചെയ്യണമെന്ന് കുറച്ച് നേരം ആലോചിക്കുന്നു. പക്ഷെ ഇവിടെ നിന്ന് എണീക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എണീറ്റ് പോകണം. കമോൺ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എണീക്കണം. അപ്പം ഞാൻ എണീക്കട്ടെ. ഓയ്യോ, എൻ്റെ കുഞ്ഞെന്നെ ചുണ്ടെന്നാണോ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ മറ്റേ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് 500 ml വെള്ളം കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്നത് പുട്ട്. ഇവിടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും പുട്ടും ചിക്കനും ഉണ്ട്. അത് രണ്ടും കഴിക്കുന്നത്. അപ്പോഴത്തേക്കും പ്രോട്ടീനായി അങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുട്ട് കുറച്ച് കഴിക്കുന്നുള്ളൂ കേട്ടോ. പുട്ട് ഒത്തിരി കഴിക്കുന്നില്ല, പുട്ട് കുറച്ച് കഴിക്കുന്നുള്ളൂ. ചിക്കൻ്റെ ഇതും ഓക്കെ. അപ്പോൾ ഞാൻ പോയി എടുക്കട്ടെ. ഓൾറെഡി ഉണ്ടാക്കി വെച്ചാൽ നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തോ കേസ് നമ്മൾ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുഴപ്പമില്ല, ഗോതമ്പാണല്ലോ. എന്താ അപ്പോൾ ഗോതമ്പ് പുട്ടാണ് ഹെൽത്തി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് വന്നു. ഇനി കോളേജിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറച്ച് പണിയുണ്ട് ചെയ്യാൻ. അപ്പോൾ അതിരുന്ന് തീർക്കണം. അപ്പോൾ അത് ഞാനിരുന്ന് ചെയ്യാൻ പോവാണ്. അത് കുറച്ച് അധികം പണിയുണ്ട്. അപ്പോൾ അതിരുന്ന് ചെയ്യണം. എന്നിട്ട് പിന്നെ എൻ്റെ ഒരു ജൂനിയർ വരുന്നുണ്ട്, ഫ്രണ്ട് ജൂനിയർ വരുന്നുണ്ട് അവിടെ കോളേജിലുള്ള. അപ്പോൾ അവളെ കാണണം. അത് കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോകാനുണ്ട്. ഇന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയി പണി ചെയ്യാം. ഞാൻ പണിയെടുക്കണ സമയത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇവന് ഈ ബെഡ്ഷീറ്റാണ് ഇവൻ്റെ വിനോദം. ബെഡ്ഷീറ്റ് വലിച്ച് കീറുക, അതൊക്കെയാണ് ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി. എനിക്കത് മനസ്സിലാവാത്തത്. അപ്പോൾ വന്നിങ്ങനെ കമിഴ്ന്നിങ്ങനെ കമിഴ്ന്നല്ല മലർന്നിങ്ങനെ കടന്നു വരും. ചൊറിഞ്ഞു, എൻ്റെ വയറ് ചൊറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനൊന്ന് ചൊറിഞ്ഞു കൊടുക്കാമെന്ന് ഓർത്തു. സ്നേഹമുള്ള പയ്യനോ സുന്ദരാ. നമ്മൾ സുന്ദരാന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയ ഈ കുളിപ്പിക്കണൊക്കെ സമയത്ത് നമ്മൾ കണ്ണേ പൊന്നേന്നൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ നോക്കും നമ്മളെ. ഒന്ന് നോക്കാവോ? അപ്പം നമ്മൾ 11:30 കഴിക്കുന്നത് ഇതാണ്. അമ്മ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം മാംഗോയും തൈരും കൂടെ ഇട്ടത് മാംഗോ ലസ്സി പോലെ. പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. അതിന് വരെ അമ്മ ശർക്കരയല്ലേ ഇട്ടേ, ശർക്കര ഇട്ടത്. അപ്പം നമ്മൾ ചിയാ സീഡ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിതാണ് കഴിക്കണത് സ്നാക്ക്. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ചേരൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്നിട്ട് വന്നപ്പോഴത്തേക്കും വീട്ടിൽ മന്തി ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ മന്തി കഴിക്കുന്നില്ല, ഞാൻ ഗ്രില്ല കഴിക്കുന്നത്, ചിക്കൻ കഴിക്കാൻ ഓർത്തു. അതും ചപ്പാത്തിയോ ബ്രൗൺ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ ഓർത്തേക്കുന്നത്. പുട്ടും ഉണ്ട്. സോ ഞാൻ ആലോചിക്കണം എന്തെങ്കിലും വിയേർഡ് കോമ്പിനേഷൻസ് ആണ് കഴിക്കുന്നത്. ബിക്കോസ് നമ്മൾ മന്തിച്ചോറ് കഴിച്ചാൽ അതിൻ്റെ കുറേ എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ മന്തിച്ചോറ് കഴിക്കുന്നില്ല, നമ്മൾ ചിക്കനും വേറെ എന്തെങ്കിലും ഞാൻ ആലോചിക്കട്ടെ, എന്താ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ പോയി ഉണ്ടാക്കുക, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനത് പോയിട്ട് കാണിച്ചു തരാം. കഴിക്കടി കഴിക്ക്. ഫസ്റ്റ് ലിറ്റർ ഖത്തം ഹോ ഗയാ. നമ്മൾ സെക്കൻഡ് ലിറ്റർ നിറയ്ക്കാൻ പോവാണ്. ഹലോ. അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊന്ന് പോവാം. എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുവരണം. അതുപോലെ തന്നെ എനിക്കും അമ്മയ്ക്കും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനും അമ്മയും ഫ്രണ്ടും കൂടെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ റെഡിയായി. ഇതാണ് ഡ്രസ്സ്, ഒരു ഉടുപ്പാണ്. ബാക്കിൽ കാണിക്കാൻ പറ്റില്ല, നല്ല വൃത്തിയായിട്ട് റൂമിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഡ്രസ്സാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോട്ടെ.
അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം SM സ്ട്രീറ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ അവിടെ ഊരുതണ്ടലായിരുന്നു. അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ മേടിക്കാനെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. വൻ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി തിരിച്ചെത്തി. അവിൽ മിൽക്കാണ് കേട്ടോ വൈകുന്നേരം സ്നാക്കായിട്ട് കഴിച്ചത്. മധുരം കുറച്ചിട്ടാണ് കഴിച്ചത്. അവിൽ മിൽക്കാണ് കഴിച്ചത്. അപ്പോൾ അവിൽ മിൽക്കിനകത്ത് പീനട്ട്സ്, അവിൽ, പാല്, ഈ 3 സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 3 നല്ലതാണ്. പിന്നെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ എന്താ പരിപാടി? ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ മുടി ഊരിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇത്രയും വലുപ്പത്തിലിരിക്കും മുടി ചീകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് ചീകേൻ്റെ ഒരു ഭാഗമാണ്, ഇനി കുറച്ചുകൂടി ചീകാനുണ്ട്. അപ്പോഴത്തേക്കും കേളി ഹെയർ ചീകിക്കഴിഞ്ഞാൽ റിയാലിറ്റിയാണിത്. അപ്പം ഞാൻ ഓർത്തു മുടി ചീകിയിട്ടൊന്ന് തലയിൽ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വെച്ച് വർക്കൗട്ട് ചെയ്ത് പിന്നെ സ്വിമ്മിങ്ങിന് പോകണമല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് സ്വിമ്മിങ്ങിന് പോകുന്നതിന് മുമ്പ് കുളിച്ചിട്ട് പിന്നെ സ്വിമ്മിങ്ങിന് പോകാമെന്ന് ഓർത്തു. അപ്പോൾ മുടി ചീകൽ പരിപാടിയാണ്. എന്തെങ്കിലും കണ്ടുകൊണ്ട് മുടി ചീകാന്നാണ് ആലോചിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. പിന്നെ താഴേക്ക് പോകത്തില്ല. എൻ്റെ ഇടയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടതാ, എൻ്റെ ഇടയിൽ പെട്ടതാ, പിന്നെ കിട്ടത്തില്ല തിരിച്ച്. പിന്നെ ഇങ്ങനെയൊക്കെ എടുക്കണം. കൈ ഇട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ അവിടെ ഇങ്ങനെ ലോക്കായി നിൽക്കും. വെറൈറ്റിയാ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഇതൊക്കെ ചെയ്യട്ടെ. ബൈ. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കെട്ടിവെച്ചു. ഡ്രസ്സൊക്കെ മാറ്റി ഇനി വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോഴത്തേക്ക് എനിക്ക് വർക്കൗട്ട് ഫുള്ള് കാണിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫോണാണ് ഉള്ളത്, പിന്നെ ലാപ്ടോപ്പാണ് ഉള്ളത്. അപ്പം ഈ ഫോണിൻ്റെ അകത്ത് തന്നെ നോക്കിയിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഞാൻ ജസ്റ്റ് നോക്കിക്കൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് 2-3 ഇങ്ങനെ ചെയ്യുകയാണ്. ഇപ്പം ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഫുൾ വർക്കൗട്ട് കാണിക്കാൻ പറ്റാത്ത കേട്ടോ. അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി വർക്കൗട്ട് ചെയ്യാതെ എനിക്ക് സ്വിമ്മിങ്ങിന് പോകണം. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. യെസ്, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ലെഗ് ഡേ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഫുൾ വേർത്തോ. എനിക്ക് വേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ വർക്കൗട്ട് ചെയ്തതിന് ശേഷം വേർക്കുന്നതിലേക്ക് ഒരു അക്കംപ്ലിഷ്മെൻറ്റ് പോലെ. യെസ്, നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു, നമ്മൾ മോട്ടിവേറ്റഡായി നിന്നു, നമ്മൾ ലൈഫിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള ഫീലിംഗ് എനിക്ക് വരാറ്. ഫുൾ വേർത്തു കേട്ടോ, ഫുൾ വേർത്തു. കണ്ടോ ഈ ഇവിടെ ഫുൾ വേർത്തു. കളർ ഡിഫറൻസ് ആണ്, നോക്ക്. അപ്പോൾ എന്തായാലും ഇനി സ്വിമ്മിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ പോയി സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാം കഴിഞ്ഞ് അവിടെ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്വിമ്മിങ് കഴിഞ്ഞ് വന്നു. ക്യാപ്പിട്ട കാരണം അധികം നനഞ്ഞിട്ടില്ല കേട്ടോ, അടിയിലേക്കൊന്നും നനഞ്ഞിട്ടില്ല, ഇടയ്ക്കൊക്കെ ആയിട്ട് നനഞ്ഞിട്ടുള്ളൂ. പിന്നെയാണെങ്കിൽ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഫുഡ് കഴിച്ചിട്ട് കുളിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ രാവിലെ കഴിച്ച് തന്നെ കേട്ടോ കഴിക്കുന്നത്. നമ്മുടെ സ്വന്തം ഗോതമ്പ് പുട്ടും ചിക്കനുമാണ് കഴിക്കുന്നത്. ഇന്ന് 3 നേരം ഗോതമ്പ് പുട്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഗോതമ്പ് പുട്ടാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഗോതമ്പ് ഓട്സ് ഇട്ടിട്ടുണ്ടെന്നായിരുന്നു അമ്മ പറഞ്ഞത്. അപ്പോൾ അമ്മ സ്പെഷ്യലായി എൻ്റെ ഡയറ്റ് പ്രമാണിച്ച് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും അത് പോയി കഴിക്കട്ടെ. അപ്പോൾ ഞാൻ എടുത്തിട്ട് കാണിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണിക്കാം. വിശക്കണു കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഗോതമ്പുട്ടും ഇതും കൂടെ കഴിച്ചിട്ട് വേഗം വരുന്നതായിരിക്കും. ഞാൻ ഇടയ്ക്ക് എന്നെ നോക്കിക്കൊണ്ട് ഫുഡ് കഴിക്കുന്നതാണ്, അതാണ് ഇടയ്ക്ക് കണ്ണിങ്ങോട്ട് പോകുന്നത്. അപ്പം ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ പോയി കുളിച്ചു, എല്ലാം കഴിഞ്ഞു, തിരിച്ചു വന്നു, ഉറങ്ങാൻ പോവാണ്. നേരത്തെ ഉറങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പനും അമ്മയും പറഞ്ഞേക്കാം നാളെ കോട്ടയം പോകണമെന്ന്. അപ്പോഴത്തേക്ക് നാളെ കോട്ടയം പോകണം, രാവിലെ പോകണം. എൻ്റെ ഡയറ്റ്, പക്ഷെ ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യും. ഞാൻ നിങ്ങൾ തന്ന വാക്കാണ്, 30 days ഞാൻ പുറത്ത് പോകണമെങ്കിൽ ഞാൻ ഹെൽത്തി ആയിട്ട് മാത്രമേ കഴിക്കത്തുള്ളൂ. വർക്കൗട്ട് ഏതെങ്കിലും ഒരു സമയം കണ്ടുപിടിച്ച് ഞാൻ വർക്കൗട്ട് ചെയ്യും. കോട്ടയത്തേക്കാണ് പോകണം നാളെ. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നാളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ എന്തായാലും നമുക്ക് നമ്മുടെ ടിക്ക് ചെയ്യണ്ടേ, ടിക്ക് ചെയ്യാം. യെസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പിന്നെ ഞാൻ വരുന്നതായിരിക്കും. നാളെ ഞാൻ വീണ്ടും വരും. നിങ്ങൾ എൻ്റെ മുഖം പിന്നെയും കാണും. അപ്പോഴത്തേക്ക് എന്തായാലും ബൈ, ഗുഡ് നൈറ്റ്.